എല്ലാ ജോലിക്കും അതിൻ്റേതായിട്ടുള്ള മാന്യത ഉള്ളത് കൊണ്ടാണോ, അങ്ങനെ കരുതുന്നതുകൊണ്ടാണോ ഇപ്പോഴും പാർട്ട് ടൈം ജോലി ചെയ്യുന്നത്, അതോ നമ്മുടെ ഇവിടുത്തെ ജീവിത ചെലവ് മീറ്റ് ചെയ്യാൻ വേറെ ഒരു നിവർത്തിയില്ലാത്തതുകൊണ്ട് മാത്രം ചെയ്യുന്നതാണോ? അങ്ങനെയല്ല, ഞാൻ കാണുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളിവിടെ വന്നേക്കുന്നത് സർവൈവ് ചെയ്യാനാണ്. അപ്പോൾ സർവൈവ് ചെയ്യാൻ വരുന്ന വ്യക്തി എന്ത് ചെയ്യാനും എന്താ പറയുക ഫോഴ്സ്ഡ് ആവും അല്ലേ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനിവിടെ വന്നേക്കുന്നത് എൻജോയ് ചെയ്യാനാണ്, സർവൈവ് ചെയ്യാനും കൂടിയാണ്. അപ്പോൾ പിന്നെ എന്നെ സംബന്ധിച്ച് ഏത് ജോലിയാണെങ്കിലും അറ്റ് ദി എൻഡ് മണി മാറ്റേഴ്സ്, സ്പൈസി അല്ലേ, അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എന്തും ചെയ്യും. ഈ ഒരു എം സി എ എന്നുള്ള ഒരു കോഴ്സിൽ നിന്ന് സൈബർ സെക്യൂരിറ്റി എടുത്തത്, അതിൻ്റെ ഇപ്പോൾ നമുക്കറിയാം ഗ്ലോബലി തന്നെ ഏറ്റവും അധികം ഡിമാൻഡുള്ള ആൾക്കാരാണ് സൈബർ സെക്യൂരിറ്റി പ്രൊഫഷണൽസ്. അതിൻ്റെ ഡിമാൻഡാണോ അതോ ശരിക്കും അതിൽ ആപ്റ്റിറ്റ്യൂഡാണോ ഈ കോഴ്സിലേക്ക് എത്തിച്ചത്? എൻ്റെ ആപ്റ്റിറ്റ്യൂഡാണ്. കാരണം ഞാൻ MCA പഠിക്കുന്ന സമയത്ത് എനിക്കൊരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു, ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്ന് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ആ സബ്ജക്റ്റ് പഠിക്കാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. എസ്പെഷ്യലി ഹാക്കിങ് ചെയ്യാൻ, പിന്നെ ഒരു എത്തിക്കൽ ഹാക്കിംഗ്. ഓക്കെ, എനിക്കൊരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു. കാരണം എൻ്റെ സിസ്റ്റം ഒരു തവണ ഹാക്ക് ചെയ്തു ആരോ. എന്നിട്ട് എന്നോട് ഓൾമോസ്റ്റ് ലൈക്ക് $24,000 എന്നോട് അവർ ചോദിച്ചു. എൻ്റെ ഓൾമോസ്റ്റ് ലൈക്ക് 600 GB ഓഫ് ഡാറ്റ കറപ്റ്റഡായി. അപ്പോൾ എന്നോട് അവർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ കൊണ്ട് പറ്റില്ല, അത്ര അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ലാസ്റ്റ് എനിക്ക് ആ ഡാറ്റ എല്ലാം കളയേണ്ട വന്നു. അപ്പോൾ ഞാൻ തീരുമാനിച്ചു, ഓക്കെ, എനിക്ക് ആ സ്കിൽസ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു പക്ഷേ എനിക്ക് അവരെ കൗണ്ടർ ചെയ്യായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ കോഴ്സ് എടുത്തത്.